വരുന്നു തീനാളങ്ങളെ, തലകടലെ. ആരാണ് നിങ്ങളുടെ അധികാരി? ദൈവമോ, അതോ അവനെ ദുഷിച്ചതുകൊണ്ട് മാത്രം സൽപ്പേരിന് കളങ്കം ചാർത്തപ്പെട്ട സാത്താൻ? കല്ലറയിൽ ബന്ധിച്ചിട്ടിരുന്ന നിന്നെ ആരാണ് സ്വതന്ത്രനാക്കിയത്? ചക്രവാളങ്ങൾ ചുറ്റിവരുന്ന കൊടുങ്കാറ്റ്, മരുഭൂമിയെ ചുട്ടുപൊള്ളിക്കുന്ന സൂര്യ തേജസ്സേ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാര്? നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാര്? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ആരാണ് നിന്നെ സ്വതന്ത്രനാക്കിയത്? ഈ ലോകം കെടുകിട വിറപ്പിക്കാൻ ശേഷിയുള്ള എന്റെ പക്ഷം നിങ്ങൾ എന്ന് വരും. ദൈവത്തെ എന്ന് തള്ളി പറയും. ലഗിയോൻ, ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. എന്നെ നശിപ്പിക്കാൻ കുശാഗ്രബുദ്ധിക്കാരനായ ദൈവം മനുഷ്യപുത്രനെ അയച്ചിരിക്കുന്നു. ആ യഹൂദൻ ഒരു നാൾ എന്റെ മുന്നിലെത്തും. അതെന്റെ തോൽവിയാണ്. അതിനു മുമ്പ് പ്രപഞ്ചം നിശ്ചലമാക്കണം. ജീവന്റെ ഒരു തുടിപ്പും അവശേഷിക്കരുത്. കല്ലറയിൽ ബന്ധിച്ചിട്ടിരുന്ന നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? ബെൽസബൂൽ. അവൻ പിശാചുക്കളുടെ തലവനല്ലേ? അതെ, എന്റെ യജമാനൻ. നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ, ഇല്ലെങ്കിൽ നിന്നെ തടവറയിൽ ബന്ധിക്കും. അപ്പനെ തടവറയിൽ ബന്ധിക്കുമെന്ന് ആ യഹൂദ പ്രമാണി പറഞ്ഞത് കേട്ടോ? വാ, നമുക്ക് വീട്ടിൽ പോകാം. അമ്മ നോക്കിയിരിക്കുക. സ്ത്രീ എന്നാൽ സ്ത്രൈണത. അവൾക്ക് പൊതുസദസ്സിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. വേണ്ടാത്തത് പറയാതപ്പാ. പുരോഹിത പ്രമാണി വർഗത്തിന്റെ കാൽ ചുവട്ടിൽ അടിമയെ പോലെ കിടക്കണം. ആട്ടും തുപ്പും സഹിക്കണം. അവർ സഹിച്ചോളൂ. അപ്പൻ ഇങ്ങോട്ട് വാ. എന്റെ എല്ലാ നിയമങ്ങളും ദൈവം തെറ്റിക്കുന്നു. അവനെ മാത്രം ആരാധിക്കാൻ മനുഷ്യകുലത്തെ പ്രേരിപ്പിക്കുന്നു. ദൈവത്തെ അല്ലേ ആരാധിക്കേണ്ടത്? ഈ പ്രപഞ്ചത്തെ ഞാൻ അമ്മാനമോടും. എന്റെ ചോര കണ്ണുകൾ കൊണ്ട് അമ്പിളിക്കലയെ മറയ്ക്കും. ആകാശം തുണ്ട് തുണ്ടുകളായി കീറി പകർത്തു വയ്ക്കും. അപ്പോ ജനം എന്റെ ശക്തിയെ പുകഴ്ത്തും. എന്റെ മാത്രം ആരാധകരാകും. അപ്പാ, മതി സംസാരിച്ചത്. അപ്പനെ കാണാഞ്ഞിട്ട് അമ്മ വിഷമിച്ചിരിക്കുക. വാ, പോകാം. അനുസരണമില്ലാത്ത ശിരസുകൾ എന്റെ പടയാളികൾ അറുത്തെടുക്കും. ആരാധനാലയങ്ങൾ ചുട്ടരിക്കും. തെരുവുകളിൽ അവർ രക്തക്കളങ്ങൾ വരയ്ക്കും. ഈ ലോകത്തിന്റെ ഉച്ചിയിൽ നിന്ന് ഞാൻ ദൈവത്തെ വെല്ലുവിളിക്കും. സുബോധം നഷ്ടപ്പെട്ട അപ്പന്റെ ജൽപ്പനങ്ങൾ കേട്ടുകെട്ട് മടുത്തു. വരുന്നുണ്ട് പോകാൻ. എന്റെ മുന്നിൽ നട്ടല് വളച്ചു നിൽക്കുന്നവന് എന്റെ വലതുവശത്തിരിപ്പിടം. അല്ലാത്തവൻ തീച്ചൂളയിൽ വെന്തരിയും. അമ്പിളി കമ്പിളി കൊമ്പച്ചമ്പെ കിണ്ടി മണ്ടി വേണോ? നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? തൊഴിലിന്റെ ഭാഗമായി 3-4 വീട്ടിൽ കയറി. ഇന്നാ എടുത്തോട്ട് വയ്ക്കോന്നും പറഞ്ഞ് ഓട്ടുപാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നു. എന്നിട്ട് എടുത്തില്ലേ? പിന്നെ ഈ ചാക്കിനകത്തെന്താ? ആട്ടിൻകൂടെയാണോ? അതെ, ഒരു ജോഡി എടുക്കട്ടെ? വേണ്ട, കണ്ടതിൽ സന്തോഷം. അത് മതി. ഈ സന്തോഷം പുഴുങ്ങി തിന്നാ വിശപ്പ് മാറുവോ? പൂശിയ 2 ഓട്ടുപാത്രമുണ്ട്, എടുക്കട്ടെ? പിത്തളപാത്രം വടക്കേലെ ഒഹോല പറഞ്ഞു വെച്ചിരിക്കുക. മോഷ്ടിച്ച മുതലൊന്നും എനിക്ക് വേണ്ട. വടക്കേലെ ഒഹോല കണ്ടാൽ അപ്പൻ ചാടി വീഴും. ആരെങ്കിലും കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന മുതല് മോഷ്ടിച്ചെടുക്കുന്നത് നാണം കെട്ട പണിയാ. അയ്യോ, നാണോ മാനോ നോക്കിയാലേ വിശന്ന് വല ഞങ്ങ് ചാകും. മോഷ്ടിക്കുന്നത് ഒരു കലയാ. എല്ലാവരെയും കൊണ്ട് സാധ്യമല്ല. അതിന് ഒരു പ്രത്യേക കഴിവ് വേണം. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കൂ. അതിനൊരു അന്തസ്സുണ്ട്. പുളുത്തി അർദ്ധരാത്രിയിൽ ദേഹത്ത് മൈലെണ്ണ തേച്ച് വല്ലവന്റെയും വീട്ടിൽ വലിഞ്ഞു കയറുന്നത് ഒരു ജോലിയല്ലേ? നീ നന്നാവത്തില്ല. ഞാൻ മടുത്തു. അതപ്പന് ആരെങ്കിലും തല്ലുമായിരിക്കും. അപ്പന് വിശ്വാസവാദയ. എന്താ പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ അറിയില്ല. ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയും. ഭൂതം അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഭാവി വരുന്നു. ഇനി പറഞ്ഞാട്ടെ. നല്ല കാലം വരുന്നു. നല്ല കാലം വരട്ടെ. ഒരു കലക്കങ്ങ് കലക്കണം. ഈ കൈനോട്ടമൊക്കെ വെറും പറ്റിപ്പാന്നേ. ഒരുത്തി എന്റെ കൈ നോക്കിയിട്ട് പറയുക ഞാൻ രാജകൊട്ടാരത്തിൽ ജനിക്കേണ്ട ആളാണെന്ന്. ജനിക്കാത്തത് ഭാഗ്യം. ജനിച്ചിരുന്നെങ്കിൽ കള്ളന
എന്ന ലേബൽ കിട്ടുമായിരുന്നോ? ആ, അത് ശരിയാ. ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും കുതിരപ്പുറത്ത് സവാരി ചെയ്യുമായിരുന്നു. ഇത് കണ്ട് സുന്ദരികളായ യഹൂദ കന്യകമാർ എന്റെ വട്ടം കൂടുമായിരുന്നു, എന്നെ ഇക്കിളിപ്പെടുത്തുമായിരുന്നു. കൊള്ളാം, ഇക്കിളിപ്പെടുത്താൻ കൊള്ളാവുന്ന ഒരു ശരീരം. ഈ തൊലിക്കകത്ത് മാംസം വല്ലതും ഉണ്ടോ? അതെ, പരീക്ഷിച്ച് നോക്കുന്നോ? ഞാൻ ആരോഗ്യദൃഢഗാത്രന. ഒറ്റയടിക്ക് നവോമി നിലത്ത് കിടക്കുന്നത് കാണാം. ഈ മെലിഞ്ഞ ശരീരമാണ് എന്റെ തൊഴിലിന്റെ വിജയരഹസ്യം. വിജയരഹസ്യോ? ജനലിന്റെയോ കഥകിന്റെയോ ഒരു ചെറിയ വിടവ് കണ്ടാൽ മതി, അതിലൂടെ ഞാൻ അകത്ത് കയറി അങ്ങിരിക്കും. ഓട്ടുപാത്രവും ചെമ്പുപാത്രവും എടുത്തുകൊണ്ട് പോരുകയും ചെയ്യും. അസാമാന്യ കഴിവ്, വിദഗ്ധനായ കള്ളൻ. ആട്ടെ, എന്നാ ഈ തൊഴിൽ തുടങ്ങിയത്? 10ാം വയസ്സിൽ വീട്ടിൽ നിന്നും ആരംഭം. കണ്ടുപിടിച്ച അപ്പൻ തൂണിൽ കെട്ടിയിട്ട് പൊതിരെ തല്ലി. എന്നിട്ട് വീട്ടിലെ തൊഴിൽ അങ്ങ് നിർത്തി പുറത്തേക്ക് വാഞ്ഞു. ഇവിടെ വരെ എത്തി. നേട്ടം പറയത്തക്ക പോലെയൊന്നുമില്ല. അന്നന്നത്തെ കാര്യം നടന്നു പോകുന്നു. ആ, എന്റെ തൊഴിലും അത് തന്നെ. അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. ആ അത്യാസേ, നിന്നോട് ഞാനൊരു പ്രവാചകന്റെ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. ആ പ്രവാചകന് എന്തു സംഭവിച്ചു? അദ്ദേഹത്തിന്റെ മാമോദിസ ഇന്നലെ ജോർദാൻ നദിയിൽ വെച്ച് നടന്നു. സ്നാപക യോഹന്നാനായിരുന്നു മാമോദിസ നൽകിയത്.